ആഗോള ഇന്ധന വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന് സമീപം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും സൈനിക വൃത്തങ്ങളെയും ഒരേപോലെ ഞെട്ടിച്ചൊരു സംഭവം ഈയിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതുമായ അമേരിക്കയുടെ MQ-9 നിരീക്ഷണ ഡ്രോൺ ഇറാൻ തങ്ങളുടെ പുതിയ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നതായിരുന്നു ആ വാർത്ത. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വിവരം വെറും ഒരു സൈനിക നടപടി എന്നതിലുപരി ആഗോള പ്രതിരോധ തന്ത്രങ്ങളിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. പേർഷ്യൻ പുരാണങ്ങളിലെ ഇതിഹാസ വില്ലാളിയായ അരാഷ് ദി ആർച്ചറിന്റെ പേര് നൽകിയിരിക്കുന്ന അരാഷി കമാൻഗീർ എന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. യുദ്ധമുഖത്ത് ഈ സംവിധാനം ആദ്യമായാണ് പരീക്ഷിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ വായു സമുദ്രാതിർത്തികൾ ലംഘിച്ചതിനാലാണ് ഡ്രോൺ തകർത്തതെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ മറ്റ് പാശ്ചാത്യ ശക്തികളോ ഈ വിഷയത്തിൽ ഇതുവരെ കൃത്യമായി ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. എന്നിരുന്നാലും സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന അമേരിക്കൻ യുദ്ധോപകരണങ്ങളെ വളരെ ലളിതമായ സാങ്കേതിക വിദ്യ കൊണ്ട് നേരിടാൻ ഇറാന് കഴിഞ്ഞു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യകൾക്കും ആയുധങ്ങൾക്കും പേരിടുമ്പോൾ പേർഷ്യൻ ചരിത്രവും സംസ്കാരവുമായി ബന്ധിപ്പിക്കാറുണ്ട്. അരാഷി കമാൻഗീർ എന്ന പേര് തിരഞ്ഞെടുത്തതിന് പിന്നിലും കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമുണ്ട്. പേർഷ്യൻ പുരാണങ്ങളിൽ രാജ്യത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുന്നതിനായി ജീവൻ പണയം വെച്ച് അമ്പെയ്ത് വീരനായകനാണ് അരാഷ്. അദ്ദേഹം തൊടുത്ത അമ്പ് അതിശക്തമായി പറന്ന് ദൂരെയുള്ള ഒരു മരത്തിൽ ചെന്ന് തറയ്ക്കുകയും ആ സ്ഥലം പേർഷ്യയുടെ അതിർത്തിയായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ അമ്പെയ്ത്തിന് ശേഷം അരാഷ് മരണമടഞ്ഞുവെങ്കിലും അദ്ദേഹം രാജ്യത്തിന്റെ അതിർത്തി കാത്ത ദൈവതുല്യനായ വ്യക്തിയായി ആദരിക്കപ്പെടുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി കടന്നു കയറാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധത്തിന് ഈ പേര് നൽകിയതിലൂടെ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ രാജ്യം ഏതറ്റം വരെ പോകുമെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ശത്രുക്കൾക്ക് നൽകുന്നത്. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് അരാഷി കമാൻഗീർ എന്നത് പൂർണ്ണമായും പൂജ്യത്തിൽ നിന്നും വികസിച്ചെടുത്ത ഒരു പുതിയ ആയുധമല്ല, മറിച്ച് ഇറാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ മിസൈലുകളെയും റഡാർ സംവിധാനങ്ങളെയും തദ്ദേശീയമായി പരിഷ്കരിച്ചും ഡിജിറ്റലൈസ് ചെയ്തും നിർമ്മിച്ചെടുത്ത ഒന്നാണിത്. ഈ സംവിധാനത്തിന്റെ പ്രധാന സാങ്കേതിക സവിശേഷതകൾ ഇവയാണ്. പരമ്പരാഗതമായി വലിയ റഷ്യൻ നിർമ്മിത S-300 അല്ലെങ്കിൽ S-400 പോലുള്ള വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവയുടെ ഭീകരമായ റഡാറുകളും വിക്ഷേപണ വാഹനങ്ങളും ശത്രുക്കളുടെ ഉപഗ്രഹങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും. എന്നാൽ അരാഷ് സംവിധാനം വളരെ ചെറുതും ലളിതവുമാണ്. ഇതിനെ പെട്ടെന്ന് തന്നെ സാധാരണ ട്രക്കുകളിലേക്കോ ചെറിയ വാഹനങ്ങളിലോ ഘടിപ്പിച്ച് മാറ്റാൻ കഴിയും. വലിയ തോതിലുള്ള റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന റഡാറുകൾക്ക് പകരം നിഷ്ക്രിയമായ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനങ്ങളാണ് ഇത്തരം ലളിതമായ ആയുധങ്ങളിൽ ഇറാൻ ഉപയോഗിക്കുന്നത്. ഇത് കാരണം അമേരിക്കൻ ഡ്രോണുകളിലെ ആന്റി റേഡിയേഷൻ സെൻസറുകൾക്ക് ഈ മിസൈൽ വിന്യാസം മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. പഴയ മിസൈൽ ബോർഡുകളിൽ അത്യാധുനിക ഗൈഡൻസ് ചിപ്പുകളും തദ്ദേശീയ സോഫ്റ്റ്വെയറുകളും ഘടിപ്പിച്ചാണ് ഇറാന്റെ ഈ പരീക്ഷണം. ഇത് കുറഞ്ഞ ചെലവിൽ മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ലണ്ടനിലെ കിങ്സ് കോളേജിലെ പ്രശസ്തമായ പ്രതിരോധ ഗവേഷകനായ മാർക്ക് ഹിൽബോൺ ചൂണ്ടിക്കാണിക്കുന്നത് മിസൈൽ രൂപകൽപ്പനയിലും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇറാൻ ഇപ്പോൾ പൂർണ്ണമായി സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു എന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ പതിറ്റാണ്ടുകൾ നീണ്ട കടുത്ത ഉപരോധങ്ങളാണ് ഇറാൻ ഈ മേഖലയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തു നൽകിയത്. ഇറാൻ പയറ്റുന്ന ഈ സൈനിക തന്ത്രത്തെ ശാസ്ത്രത്തിൽ അസിമെട്രിക് വാർഫെയർ എന്ന് വിളിക്കുന്നു. സാമ്പത്തികമായും സൈനികമായും തങ്ങളെക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ശത്രുവിനെ അവരുടെ അതേ രീതിയിൽ നേരിടുന്നതിന് പകരം അവരുടെ ബലഹീനതകളെ ലക്ഷ്യമിട്ട് ലളിതവും വില കുറഞ്ഞതുമായ മാർഗങ്ങളിലൂടെ പ്രതിരോധിക്കുന്ന രീതിയാണിത്. വലിയ റഡാർ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും ഒപ്പം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിൽ തന്നെ തകരാൻ സാധ്യതയുള്ളതുമാണ്. ഇതിന് പകരമായി ഇത്തരം ചെറിയ മൊബൈൽ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാന് വലിയ സാമ്പത്തിക സൈനിക മേൽക്കൈ നൽകും. അമേരിക്കൻ വ്യോമസേനയുടെയും CIA-യുടെയും ഏറ്റവും വിശ്വസ്തനായ അവകാശ പോരാളിയാണ് MQ-9. കേവലം ഒരു നിരീക്ഷണ ഡ്രോൺ എന്നതിലുപരി കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു കൊലയാളി ഡ്രോണാണിത്. ഏകദേശം $30 മില്യൺ അതായത് ഏകദേശം 250 കോടിയിലധികം ഇന്ത്യൻ രൂപ വരും ഈ ഡ്രോണിന്റെ മാത്രം നിർമ്മാണ ചെലവ്. സമുദ്രനിരപ്പിൽ നിന്നും 50,000 അടി മുകളിലൂടെ മണിക്കൂറുകളോളം പറന്ന് നിരീക്ഷണം നടത്താനും ലേസർ ഗൈഡഡ് ഹെൽഫെയർ മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാനും ഇതിന് കഴിയും. സുലൈമാനി വധം ഉൾപ്പെടെയുള്ള ലോകത്തെ പല പ്രമുഖ സൈനിക നീക്കങ്ങളിലും അമേരിക്ക ഉപയോഗിച്ചത് ഈ ഡ്രോണാണ്. ഇത്തരമൊരു ഭീമൻ സാങ്കേതിക വിദ്യയാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടത്തെക്കാൾ വലുത് അവരുടെ സാങ്കേതിക മേധാവിത്വത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതമാണ്.
തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ പോലും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക ശക്തികൾക്ക് മുന്നിൽ സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കും. ഇറാന്റെ ഈ വില കുറഞ്ഞ പ്രതിരോധ തന്ത്രം ലോകം ആദ്യമായി കാണുകയല്ല. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വ്യാപകമായി ഉപയോഗിച്ച ഇറാന്റെ ഷാഹെദ് 136 കാമിക്കാസി ഡ്രോണുകൾ ഇതേ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. യുക്രൈൻ ഉപയോഗിക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ കോടികൾ വിലമതിക്കുന്ന പെട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ റഷ്യ ഉപയോഗിച്ചത് വെറും $20,000 മാത്രം വിലയുള്ള ഇറാന്റെ ഈ ഷാഹെദ് ഡ്രോണുകളായിരുന്നു. ഒരു പെട്രിയറ്റ് മിസൈൽ തൊടുക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ വേണമെന്നിരിക്കെ വില കുറഞ്ഞ 10ലധികം ഡ്രോണുകൾ ഒരേ സമയം അയച്ച് ശത്രുവിന്റെ പ്രതിരോധ ശൃംഖലയെ നിഷ്പ്രഭമാക്കുന്ന തന്ത്രമാണ് അവിടെ വിജയിച്ചത്. ഇതേ തന്ത്രത്തിന്റെ അടുത്ത ഘട്ടമാണ് വ്യോമ പ്രതിരോധ രംഗത്ത് അരാശി കമാൻഡ് ഗിയർ വഴി ഇറാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നതും. ശത്രു എത്ര വലിയ ആയുധം കൊണ്ടുവന്നാലും അതിനെ വളരെ കുറഞ്ഞ ചെലവിലുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം അവർ ഇതിലൂടെ കൈവരിക്കുന്നു. ഈ സംഭവം ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില സുപ്രധാന പാഠങ്ങളും നൽകുന്നുണ്ട്. ഒരു കാലത്ത് വൻ ശക്തികൾക്ക് മാത്രം സ്വന്തമായിരുന്ന മിസൈൽ ഗൈഡൻസ് ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഇന്ന് ഉപരോധങ്ങളെ മറികടന്ന് ഇറാനെ പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വാണിജ്യപരമായി വിപണിയിൽ ലഭ്യമാകുന്ന ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ ഉപയോഗിച്ച് പോലും സൈനിക ആവശ്യങ്ങൾക്കുള്ള ചിപ്പുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. കോടികൾ മുടക്കി വാങ്ങുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഭാവിയിൽ ഇത്തരം ചെറിയ മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇറാൻ വികസിപ്പിച്ചെടുത്ത ഇത്തരം സാങ്കേതിക വിദ്യകൾ യമനിലെ ഹൂതികൾക്കോ ലെബനിലെ ഹിസ്ബുള്ളയ്ക്കോ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അത് ചെങ്കടലിലെയും മിഡിൽ ഈസ്റ്റിലെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും സുരക്ഷയും ദോഷകരമായി ബാധിക്കും.